ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ഈ വിചിത്രമായ സംഭവത്തിൽ ഭയന്ന് മാനസികമായി തകർന്ന് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള മഹാരാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കുലശേഖര മണ്ഡപത്തിനരികിലെ കൊടിമരച്ചോട്ടിൽ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി നിലത്തു വീണു. എന്നാൽ ഇതേ സമയം തൃശിവപ്പേരൂരിലെ ഒരു മാളിക വീടിനുള്ളിൽ മുന്നിൽ കത്തിജ്വലിക്കുന്ന ചില്ലുവിളക്കിന്റെ വെളിച്ചത്തിൽ ഒരാൾ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ച തിരുവിതാംകൂറിന്റെ വരും നാളുകളെ രക്തരൂഷിതമാക്കാൻ പോകുന്ന ഒന്നായിരുന്നു. നാൽപ്പത് 45 വയസ്സ് പ്രായം വരുന്നൊരു നമ്പൂതിരി. അകാല നര കയറിയ ചുരുളൻ മുടി ഒരു ഭാഗത്തേക്ക് കുടുമ കെട്ടിയിരിക്കുന്നു. ഒരിടത്തും നോട്ടമുറയ്ക്കാത്ത കുറുകിയ കണ്ണുകൾ. എന്നോ പൊങ്ങൻ പനി വന്നുപോയ ചെറുകുഴികൾ 2 കവിളുകളിലും നിറഞ്ഞു കിടക്കുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് കോഴിക്കോട് സാമൂതിരിയുടെ രാജ്യത്തു നിന്നും പ്രാണരക്ഷാർത്ഥം ഒളിച്ചോടി തിരുവിതാംകൂറിന്റെ മണ്ണിൽ ചേക്കേറിയ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. തന്റെ അറിവില്ലായ്മയും കഴിവില്ലായ്മയും കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ മറ്റുള്ളവരുടെ കുറ്റമാക്കി തീർക്കാൻ വിരുദ്ധനാണ് ഇദ്ദേഹം. തന്റെ സ്വാർത്ഥലാഭത്തിനും മോഹത്തിനുമായി കൂടെ നിൽക്കുന്നവരെ കഴിവുകെട്ടവരും കുറ്റക്കാരുമായി ചിത്രീകരിക്കാൻ വിരുദ്ധൻ. നാവാണ് ജയന്തൻ നമ്പൂതിരിയുടെ വജ്രായുധം. ഒന്നിനെക്കുറിച്ചും ആഴത്തിൽ അവബോധമില്ലെങ്കിലും രാജാവിനെ പറഞ്ഞു ധരിപ്പിച്ച് കബളിപ്പിക്കാൻ വിദഗ്ധനാണ്. കൂടെ നിൽക്കുന്നവരോട് അവരിൽ ഒരുവനെന്ന് പ്രതീതി സൃഷ്ടിച്ച് ശത്രുപക്ഷത്തേക്ക് വിവരങ്ങൾ അപ്പപ്പോഴെത്തിക്കുന്ന തന്ത്രശാലിയായ അധമൻ. വിദ്യാഭ്യാസം വലുതായൊന്നുമില്ലെങ്കിലും ജയന്തൻ നമ്പൂതിരിയുടെ ആത്യന്തികമായ ലക്ഷ്യം തിരുവിതാംകൂറിന്റെ ദിവാൻ പദവിയായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഗുപ്തമായ ഈ കൂടിക്കാഴ്ച എന്നാണ് ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെ ഉറ്റ സുഹൃത്തായ കൊച്ചി രാജ്യത്തിലെ തോട്ടപ്പായ നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത്. മുന്നിലെ വൃത്താകൃതിയിലുള്ള മേശയിലിരിക്കുന്ന ചില്ലുവിളക്കിന്റെ പ്രകാശത്തിലേക്ക് നോക്കി ജയന്തൻ നമ്പൂതിരി ദിവാസ്വപ്നത്തിലേക്ക് യാത്ര പോയി. താൻ ദിവാനായി തിരുവിതാംകൂറിലെ നഗരവീഥികളിലൂടെ രഥത്തിൽ യാത്ര ചെയ്യുന്നത് കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കെ ആ സ്വപ്നത്തെ ഭഞ്ജിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യവുമായി തോട്ടപ്പായ നമ്പൂതിരി അവിടേക്ക് കടന്നു വന്നു. കാത്തിരുന്ന് മുഷിഞ്ഞു തോന്നണല്ലോ. ഏയ് ഇല്ലില്ല. 35-40 വയസ്സിനിടയ്ക്ക് പ്രായം തോന്നിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ നമ്പൂതിരി. ഇളം തവിട്ടും കറുപ്പും ഇടകലർന്ന ആരോഗ്യമില്ലാത്ത മുടി ഒരു ഭാഗത്തേക്ക് കുടുമ കെട്ടിയിരിക്കുന്നു. കണ്ണിൽ അഹങ്കാരവും ചുണ്ടിൽ പുച്ഛവും സ്ഫുരിക്കുന്ന മുഖഭാവം. പറയുന്ന ഓരോ വാക്കിലും അഹങ്കാരത്തിന്റെയും വീമ്പിന്റെയും ധ്വനി. തോട്ടപ്പായി നമ്പൂതിരിയുടെ വീമ്പ് പറച്ചിൽ കേട്ടാൽ തോന്നും കൊച്ചി രാജാവിനെ പോലും ഭരിക്കുന്നത് ഈ മഹാനാണെന്ന്. കൂട്ടം കൂടുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് പരദൂഷണം പറയും. ഇത് കേട്ടു നിൽക്കുന്നവർ അബദ്ധത്തിലെങ്ങാനും ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാൽ മറുതലയ്ക്കൽ പോയി ഇങ്ങനെ പറയും, അറിഞ്ഞോ അവരെന്താ തന്നെ കുറിച്ച് പറയണേന്ന്. ഇത്തരത്തിൽ ഏഷണി കൂട്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന സാക്ഷാൽ നാരദനാണ് കൊച്ചി രാജ്യത്തെ തോട്ടപ്പായ നമ്പൂതിരി. പണ്ടൊരിക്കൽ ഒരിടത്ത് പോയി ഇങ്ങനെ ഏഷണി ഉണ്ടാക്കിയത് പിടിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ഏതോ ഒരു നമ്പൂതിരി കയ്യിൽ കിട്ടിയ തീപ്പന്തം വെച്ച് കൊടുത്തു കഴുത്തിനിട്ടൊരു കുത്ത്. അതിന്റെ തിരുശേഷിപ്പ് തോട്ടപ്പായ നമ്പൂതിരിയുടെ വലതുഭാഗത്തെ കവിളിലും കഴുത്തിലുമായി ഇപ്പോഴും ചുക്കിച്ചുളിഞ്ഞ് പടർന്നു കിടപ്പുണ്ട്. പുച്ഛവും അഹങ്കാരവും സ്ഫുരിക്കുന്ന ചിരിയുമായി തോട്ടപ്പായ നമ്പൂതിരി ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെ എതിർഭാഗത്തുള്ള ഇരിപ്പിടത്തിൽ വന്നിരുന്നു. നോം നേരത്തെ പറഞ്ഞുല്ലോ, ഈ കൂടിക്കാഴ്ച തൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ പോണതിൻ്റെ കന്നിച്ചൂടാന്ന്. പക്ഷേ അതിന് പ്രത്യുപരായിട്ട് നോമിൻ്റെ രാജ്യത്തിനു വേണ്ടി താനും ഒരു കാര്യം നിവർത്തിച്ച് തരണം. ഹൈ, എന്താച്ചാലും പറഞ്ഞോളൂ. നോം അത് തനിക്ക് നിവർത്തിച്ച് തന്നിരിക്കും. ഇപ്പോൾ തിരുവാരങ്കോട് ജീവിച്ചിരിക്കുന്ന പ്രജകളിൽ ഇത് സാധ്യമാക്കാൻ തന്നെ കൊണ്ട് മാത്രമേ പറ്റൂന്ന് കേൾക്കണേ. അത്രയ്ക്ക് അടുപ്പല്ലേ താനും തിരുവനന്തപുരം തമ്പരാനും. ബാക്കി എന്താന്ന് വെച്ചാൽ അദ്ദേഹം തന്നോട് വിശദമായിട്ട് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാളവണ്ടിയുടെ ശബ്ദം പുറത്തുനിന്ന് കേട്ടു. ആ വന്നു എന്നാ തോന്നണേ. ആ മാളിക വീടിന്റെ പടിപ്പുര കടന്ന് അർദ്ധരാത്രിയിൽ മുറ്റത്തൊരു കാളവണ്ടി വന്നു നിന്നു. അതിനുള്ളിൽ നിന്നും കറുത്ത കരിമ്പടം തലവഴി പൊതിച്ചൊരാൾ ഇറങ്ങി മാളികയ്ക്കുള്ളിലേക്ക് ധൃതിയിൽ നടന്നുപോയി.
ഈ സമയം ജയന്തൻ നമ്പൂതിരി തോട്ടപ്പായ നമ്പൂതിരിയോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അല്ല, ആരായി വരാൻ പോണേ? ജയന്തൻ നമ്പൂതിരി ആ ചോദ്യം മുഴുമിപ്പിക്കും മുന്നേ തന്നെ അവിടേക്ക് കരിമ്പടം കൊണ്ട് ദേഹമാസകലം മൂടിയ ആ മനുഷ്യൻ ഒരു ഭൃത്യനുമായി കടന്നു വന്നു. വാതിൽക്കൽ കാവൽ നിൽക്കുന്ന പാറാവുകാർ ഈ വരുന്ന വ്യക്തിക്ക് വളരെയേറെ ബഹുമാനം നൽകുന്നതായി ജയന്തൻ നമ്പൂതിരി ശ്രദ്ധിച്ചു. ആരായിരിക്കും ഈ വിശിഷ്ട വ്യക്തി? ജയന്തൻ നമ്പൂതിരി മനോഗതമാരാഞ്ഞു. സന്ദേഹം പോലെ അദ്ദേഹമാകുമോ ഇത്? മുറജപം കാണാൻ വേഷപ്രച്ഛന്നനായി തൃശുവപ്പേരൂരിന്ന് ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്ക് വരെ പോയതായി പോലും കേട്ടുകേൾവിയുണ്ടേ. ഇങ്ങനെ വന്നയാളെ നോക്കി ചിന്തിച്ചു നിന്ന സമയത്തു തന്നെ അയാൾ കരിമ്പടമഴിച്ച് കൂടെ വന്ന് ഭൃത്യനെ ഏൽപ്പിച്ചു. വന്ന വ്യക്തിയെ കണ്ട് ജയന്തൻ നമ്പൂതിരിയൊന്ന് അന്ധാളിച്ചുപോയി. അതെ, ഇത് അദ്ദേഹം തന്നെ, രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ എന്ന സാക്ഷാൽ കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ. അൻപതിനോടടുത്ത് പ്രായം, മെലിഞ്ഞതെങ്കിലും ഉറച്ച ശരീരം, തേജസ്സാർന്ന മുഖം. ഒരേ സമയം ആ കണ്ണുകളിൽ കുലീനതയും ദൃഢനിശ്ചയവും ആജ്ഞാശക്തിയും സ്ഫുരിക്കുന്നു. ഇടതുവശത്തേക്ക് കുടുമ കെട്ടിയ തലമുടി, നെഞ്ചിൽ അധികാരചിഹ്നമായ രത്നമാല, സ്വർണ്ണക്കസമിന്റെ മുണ്ടും മേൽമുണ്ടും വേഷം. അദ്ദേഹം നടന്നു വന്ന് അവിടെ ഒരുക്കിയിരുന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ശേഷം ഇരിപ്പിടങ്ങളിൽ ആസന്നസ്ഥരാകാൻ ഒരു ചെറുപുഞ്ചിരിയോടെ ജയന്തൻ നമ്പൂതിരിയോടും തോട്ടപ്പായ നമ്പൂതിരിയോടും കൈകൊണ്ട് അദ്ദേഹം ആംഗ്യം കാണിച്ചു.